ഒന്നാമത് ഇറാന്റെ ചരിത്രം അതൊരു ഷിയഈ പൊളിറ്റിക്കൽ തിയോളജിയുമായി വളരെ നേരിട്ട് ബന്ധമുള്ളതാണ്. 1501 ഇറാനിൽ സഫവി ഡൈനാസ്റ്റി സ്ഥാപിക്കപ്പെടുന്നത് മുതലാണ് ഇറാൻ ഭാഗത്തെ ഷിയഈ പൊളിറ്റിക്കൽ തിയോളജി എന്നത് വളരെ ശ്രദ്ധാപൂർവമായ ഒരു വിഷയമായി മാറുന്നത്. സഫവി ഡൈനാസ്റ്റി ആദ്യമായി ഇറാൻ ഭാഗത്ത് രൂപപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മൊണാർക്കിയാണ്, ഒരു ഡൈനാസ്റ്റിയാണ്. അന്നു മുതൽ ഇന്ന് വരെയും ഇറാനിനെ ഭരിക്കുന്നത് ഷിയഈ പൊളിറ്റിക്കൽ തിയോളജിയുടെ അടിസ്ഥാനത്തിലുള്ള വിവിധ ഭരണവർഗങ്ങളാണ്. അത് പഹ്ലവി ഡൈനാസ്റ്റി ആണെങ്കിലും ഷിയഈ ഡൈനാസ്റ്റി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനിൻ്റെ പ്രത്യേക ജിയോഗ്രഫി, അവിടുത്തെ ഡെമോഗ്രഫി എല്ലാം മുന്നിൽ വെച്ച് തന്നെ നോക്കുമ്പോൾ ഷിയഈ പൊളിറ്റിക്കൽ തിയോളജിയുടെ അടിസ്ഥാനത്തിൽ ഭരിക്കപ്പെടുന്ന ജനവും ഭരണവും തന്നെയാണ്. 1979 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറഞ്ഞ പേരിൽ ഇറാൻ സ്ഥാപിക്കപ്പെടുന്നതും ഷിയഈ സിംബലുകളും രാഷ്ട്രീയവും അതുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ ചോദ്യം, അതായത് ഇസ്ലാം ഒരു മുസ്ലിം എന്നതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഒരു ഷിയഈ എന്ന രണ്ട് വിഷയം ഒരുപോലെ ചേർന്ന് വരുന്നത് കാണാം. 1979 ഇറാൻ രൂപീകരണ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ലാ റഅ്സുമാലിയ വലാ ശുഈയ അൽ ഇസ്ലാമിയ എന്ന മുദ്രാവാക്യമായിരുന്നു. അതായത് മുതലാളിത്തവുമല്ല കമ്മ്യൂണിസവുമല്ല, ഇസ്ലാമാണ് എന്ന രീതിയിൽ ഇസ്ലാമിനെ മുന്നിൽ വെച്ചുകൊണ്ട് എന്നാൽ ഷിയഈ രാഷ്ട്രീയ മത നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു വിപ്ലവ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ആധുനിക ഇറാൻ രൂപപ്പെട്ടത്. ഒരേപോലെ തന്നെ ഇസ്രായേലിന് അവിടെ ഷിയഈ എന്നോ സുന്നി എന്നോ വ്യത്യാസമില്ല. അമേരിക്കയ്ക്കും ഫോറിൻ പോളിസിക്കോ അല്ലെങ്കിൽ സയണിസ്റ്റ് ശക്തിക്കോ ഒന്നോ ഇതൊരു സെക്ടേറിയൻ ഡൈമെൻഷനായിട്ടല്ല അവരതിനെ കാണുന്നത്. ഒരു മുസ്ലിം ഭരണം, അവരുടെ അധികാരത്തെ എതിർക്കുന്ന മുസ്ലിം ഭരണം എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത്. എന്നാൽ ഇവിടെ സ്വാഭാവികമായും അവിടെ ഒരു ഷിയഈ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുന്നു എന്നതാണ് സത്യം.